നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത മാധ്യമപ്രവർത്തകൻ KM ഷാജഹാന് ജാമ്യം. അന്വേഷണവുമായി സഹകരിക്കണമെന്നും സമാന കുറ്റകൃത്യം ആവർത്തിക്കരുതെന്നും സൂചിപ്പിച്ചാണ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. പെട്ടെന്നുള്ള അറസ്റ്റിൽ പോലീസിനോട് ചോദ്യങ്ങൾ ഉയർത്തിയാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി KM ഷാജഹാന് ജാമ്യം അനുവദിച്ചത്. FIR ഇട്ട് 3 മണിക്കൂറിനുള്ളിൽ എങ്ങനെ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് ഷാജഹാനെ അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം. ആദ്യ കേസിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ച പ്രതിക്കെതിരെ രണ്ടാമത് കേസെടുത്ത് പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത നടപടിയെയാണ് കോടതി ചോദ്യം ചെയ്തത്. ചെങ്ങമനാട് SIക്ക് ആരാണ് അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകിയതെന്ന് കോടതി ചോദിച്ചു. റിമാൻഡ് റിപ്പോർട്ടിൽ ലൈംഗിക ചുവയുള്ള ഏതെങ്കിലും വാക്ക് കാണിച്ചു തരാമോ എന്നും കോടതി പോലീസിനോട് ചോദിച്ചു. തുടർച്ചയായി അപവാദ വീഡിയോകൾ ചെയ്തതിനാലാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. 25,000 രൂപയുടെ ബോണ്ടും 2 ആൾജാമ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കോടതി ഷാജഹാന് ജാമ്യം അനുവദിച്ചത്. തെളിവ് നശിപ്പിക്കരുതെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും സ്ത്രീപീഡന കേസുകളിൽ ഇരകൾക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള താൻ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വാദം നിലനിൽക്കില്ലെന്നും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ഷാജഹാൻ പറഞ്ഞു. എല്ലാ സ്ത്രീപീഡന കേസുകളിലും ഇരകൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കെതിരെ ഉള്ള എല്ലാ വകുപ്പുകളും അടിസ്ഥാനരഹിതമായിട്ടുള്ള വകുപ്പുകളാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളുടെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഞാൻ തുടർന്നിട്ടുള്ളത്, അത് തുടരും. ആലുവ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് KM ഷാജഹാനെ കോടതിയിൽ ഹാജരാക്കിയത്. ഇന്നലെ രാത്രിയാണ് KM ഷാജഹാനെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ചെങ്ങമനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷവും KM ഷാജഹാന്റെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.